തലേ ദിവസം ഉണ്ടാക്കിയ മീൻകറിയുടെ ചട്ടിയിൽ ചോറിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അത് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് വിവരിച്ച് തരേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും മീൻകറിയുടെ ചട്ടിയിൽ ചോറിട്ട് കഴിക്കൽ. ഇത് തലേ ദിവസത്തെ മീൻകറിയല്ല, തലേന്നിൻ്റെ തലേ ദിവസത്തെയാണ് കേട്ടോ. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഞാൻ മീൻകറി ഉണ്ടാക്കിയത്. ഇന്നലെ രാവിലെയും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നന്നായിട്ട് ചൂടാക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല മുളകിട്ട മത്തിയുടെ ചട്ടിയിലൊക്കെ ഇതുപോലെ ചോറിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് നമ്മുടെ അടുത്ത് പൊമ്പാനോ അഥവാ പോംഫ്രെറ്റ്, നമ്മുടെ നാട്ടിലെ വെള്ളാവോലി മീൻ, അത് തേങ്ങാപ്പാൽ ഒഴിച്ച് കുടംപുളി ഇട്ട് വറ്റിച്ച് വെച്ചിട്ടുള്ള മീൻകറിയുടെ ചട്ടിയാണ് കേട്ടോ അത്. പക്ഷേ കുഴപ്പമില്ല, ഞാനങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ഒപ്പം കോളിഫ്ലവർ ഉപ്പേരി ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തില്ല കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു മീൻകറിയുടെയും ചോറിൻ്റെയും കൂടി ആയിട്ടുള്ള ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് ഉണ്ടല്ലോ, ആ സാധനം ചിലപ്പോൾ നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഉപ്പേരിയും കൂടെ കഴിക്കുമ്പോൾ അതങ്ങോട്ട് പോവും, അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഇതാ നന്നായിട്ട് കുഴച്ചൊരു ഉരുള ഇങ്ങനെ എടുത്തു. പക്ഷേ അപ്പോഴാണ് ഞാൻ ഓർത്തത് മീനിൻ്റെ കഷ്ണം എടുത്തില്ല എന്ന്. 2 പീസ് ഇനി ബാക്കിയുള്ളൂ കേട്ടോ. അതിൽ ഇതാ ഒരു കുഞ്ഞ് കഷ്ണം എടുത്ത് അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ മുള്ളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും സുഖവും എനിക്ക് നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ചട്ടിയുടെ ഒരു അവസ്ഥ. കൊള്ളാലേ. അപ്പം ശരി, പിന്നെ കാണാം കേട്ടോ.